ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഡൽഹിയിലെ ജന്തർ മന്ദറിലെ CJP പ്രൊട്ടസ്റ്റ് ഓരോ ദിവസം കഴിയുന്തോറും ഈ CJP പ്രൊട്ടസ്റ്റിനെ കേന്ദ്രം വിടാനായിട്ട് ഭാവമില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. കാരണം കേന്ദ്രം ഇതിനെ 360 ഡിഗ്രിയിലാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അന്വേഷണത്തിൽ പല ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഈ പുറത്തു വരുന്ന വിവരങ്ങളൊന്നും തന്നെ അതിൻ്റെതായിട്ടുള്ള സീരിയസ്നെസ്സിൽ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ നാടിനെ തകർക്കാനായിട്ട് പല ആൾക്കാരും തക്കം പാർത്തിരിപ്പുണ്ട്. അങ്ങനെ തക്കം പാർത്തിരിക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഒരു പ്രൊട്ടസ്റ്റ് വരാനോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ 10 ആൾക്കാർ ഒത്തുകൂടാനോ കാത്തിരിക്കുകയാണ്. കാരണം അതിന്റെ ഇടയിൽ അവർക്ക് ബോംബ് ബ്ലാസ്റ്റ് നടത്താം, കലാപം നടത്താം, അങ്ങനെ പല കാര്യങ്ങളും അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഡൽഹിയിലെ ജന്തർ മന്ദർ പ്രൊട്ടസ്റ്റ് നടന്ന ആ സമയത്ത് സൗരവ് ദാസ് എന്ന് പറയുന്ന ആ ജന്തർ മന്ദർ പ്രൊട്ടസ്റ്റിൽ ഓർഗനൈസ് ചെയ്ത CJPയുടെ അയാളെ വിളിച്ചുകൊണ്ട് രഹസ്യമായി ഡൽഹി പോലീസ് സംസാരിക്കുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ട്. അതിൽ അയാളുടെ ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്നത് നടക്കണം എന്നുള്ള രീതിയിലാണ് പുള്ളി നിൽക്കുന്നത്. പുള്ളി അന്ന് പോലീസ് പറഞ്ഞത്, ഈ പ്രൊട്ടസ്റ്റ് നിങ്ങൾ അറേഞ്ച് ചെയ്ത പ്രൊട്ടസ്റ്റ് ആണ്, ഞങ്ങൾ ഇതിന് അനുമതി തന്നിട്ടില്ല, എങ്കിലും നിങ്ങൾ ഇവിടെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു. ഈ പ്രൊട്ടസ്റ്റിൽ നിങ്ങൾ കാര്യമായിട്ടുള്ള സുരക്ഷ നിങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല, നിങ്ങൾ കൃത്യമായിട്ട് വോളണ്ടിയേഴ്സിനെ നിങ്ങൾ ഇവിടെ നിയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പോലീസുകാരൻ, തലക്കടികൊണ്ട് ഒരു പോലീസുകാരൻ എന്ന് പറയുന്ന അയാളുടെ ബൈറ്റ് എന്ന് പറയുന്നത്, രാവിലെ പ്രൊട്ടസ്റ്റിന് ആളില്ല. രാവിലെ ഒരു സന്ധ്യസമയം ഒരു 7 മണി വരെ ആകുമ്പോഴേക്കും ഒരു വളരെ കുറച്ച് 100, 150, 200, 300, 400 കൂടി പോയ 1000 പേരാണ് ഈ പ്രൊട്ടസ്റ്റിന് അവിടെ ഒത്തുചേരുന്നത്. പക്ഷെ രാത്രി ഒരു 11 മണിക്ക് ശേഷം അവിടെ വലിയ ജനസംഖ്യ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇവർ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോഴിതാ പഞ്ചാബ് പോലീസ്, ഇത് പഞ്ചാബിൽ നിന്ന് വന്നൊരു വാർത്തയാണ്, പഞ്ചാബ് പോലീസ് ഒരു ടെറർ മൊഡ്യൂൾ ISI ഒരു ടെറർ മൊഡ്യൂളിനെ പിടിച്ചിരിക്കുന്നു. ഈ ടെറർ മൊഡ്യൂൾ എന്തിനാണ് വന്നത് എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇവർ ഡൽഹി ജന്തർ മന്ദർ പ്രൊട്ടസ്റ്റിൽ പെട്രോൾ ബോംബ് അറ്റാക്ക് നടത്താനാണ് വന്നത്. ആ കുട്ടികൾക്ക് നേരെ, അല്ലെങ്കിൽ അവിടെ കുട്ടികളല്ല, അവിടെ സമരം ചെയ്യുന്ന ലെഫ്റ്റ് ലിബറൽസ്, ഇവന്മാർക്ക് നേരെ ഈ പെട്രോൾ ബോംബ് അവർക്ക് എറിഞ്ഞാൽ ഇത് ആരുടെ തലയിൽ വരും? ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തലയിൽ. മോദി എറിഞ്ഞു എന്നാണല്ലോ അവര് നിരന്തരം പറയുന്നത്. പെല്ലറ്റ് ആക്രമണം ഉണ്ടായപ്പോഴും നരേന്ദ്രമോദിയുടെ തലയിലാണ് വന്നത്. അവസാനം സുപ്രീം കോടതി തന്നെ പറഞ്ഞു, പെല്ലറ്റ് ആക്രമണമൊക്കെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്, അതിനൊന്നും പ്രത്യേകിച്ച് പെർമിഷൻ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. സുപ്രീം കോടതി തന്നെ അവസാനം പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെ ഒരു വലിയൊരു വാർത്ത റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടും ഉണ്ട്. Probe into CJP protest exposes thousands of alleged fake accounts and a foreign bot network used to amplify inflammatory content. അതായത് കലുഷിതമായിട്ടുള്ള അല്ലെങ്കിൽ കലാപത്തിനെ ഇഗ്നൈറ്റ് ചെയ്യാനുള്ള കണ്ടന്റുകൾ പ്രചരിപ്പിക്കാനായിട്ട് ഒരു ഫോറിൻ ബോട്ട് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നു. ആ ഫോറിൻ ബോട്ട് എവിടെ നിന്നാണ് വന്നത്, എന്താണ് ആ ഫോറിൻ ബോട്ട്? പോരാത്തതിന് ആയിരക്കണക്കിന് ഫേക്ക് അക്കൗണ്ടുകൾ രാജ്യത്ത് ആ സമയത്ത് ഓപ്പറേറ്റ് ചെയ്യപ്പെട്ടിരുന്നു. Several logs and account records requested from Meta, Google and X to track down who funded and orchestrated the ecosystem. അതായത് മെറ്റയിൽ നിന്നും ഗൂഗിളിൽ നിന്നും എക്സിൽ നിന്നും ഈ സകല ഈ സെർവർ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇതിന് ഫണ്ട് വരുന്ന വഴികളും എല്ലാം തന്നെ ഇപ്പൊ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അഥവാ അമിത്ഷാ ചോദിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് ലഭിക്കുകയാണ്. ആ റിപ്പോർട്ട് തരണം എന്നാണ് നിലവിൽ നമ്മുടെ ആഭ്യന്തര മന്ത്രാലയം മെറ്റയോടും ഗൂഗിളിനോടും അറിയിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഇതിന്റെ കൂടെ നമുക്ക് ഇന്ന് വന്ന ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ന്യൂസ് ഉണ്ട്. ആ വാർത്ത എന്ന് പറയുന്നത്, Mark Zuckerberg has been given 3 days to respond over Meta's actions, including the removal of a PM video targeted Indian democracy. അതായത് 3 ദിവസമാണ് മെറ്റയ്ക്കും ഗൂഗിളിനും കൊടുത്തിരിക്കുന്നത്. 3 ദിവസത്തിനകം റെസ്പോണ്ട് ചെയ്തിരിക്കണം. ആ റെസ്പോണ്ട് ചെയ്യുന്നതിനകത്ത് ഇന്ത്യൻ ജനാധിപത്യത്തെ ആക്രമിക്കാൻ നിങ്ങൾക്ക് തോന്നിയ ഒരു ചേതോവികാരം എന്തെന്ന് കൂടെ വെളിപ്പെടുത്തണം. പോസിബിൾ ലോസ് ഓഫ് സേഫ് ഹാർബർ ആൻഡ് ലീഗൽ ആക്ഷൻ, Meta and Google 3-day deadline for CSAM and women safety takedowns. അതായത് സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന ഈ കണ്ടന്റുകൾ വന്നപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അത് ടേക്ക് ഡൗൺ ചെയ്തില്ല എന്നറിയണം. അതായത് നമുക്കറിയാം, നമ്മളിപ്പോ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ എടാ എന്ന് വിളിച്ചാൽ പോലും ഉടനെ തന്നെ മെറ്റ അതിന്റെ താഴെ വന്ന് പറയും ഇത് വയലേഷൻസിന്റെ റെഗുലേഷൻ ആണെന്ന് പറയും. അത് നടക്കില്ല എന്ന് പറയും. തീ കാണിക്കാൻ പാടില്ല, പുക കാണിക്കാൻ പാടില്ല, തെറി ഒട്ടും വിളിക്കാൻ പാടില്ല, ഇങ്ങനെയുള്ള, അതായത് സ്ത്രീകളുടെ ഡിഗ്നിറ്റിയെ ഹനിക്കുന്ന ഒരു കാര്യങ്ങൾ ഇവരൊരു തമാശ പോലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് മെറ്റയുടെ റൂള്. പക്ഷെ ആ റൂളിൽ മറികടന്നുകൊണ്ട് ഇതെങ്ങനെ ഇത്രയധികം വലിയ ഒരു വയലേഷൻ ഈ നാട്ടിൽ നടന്നു എന്ന് എനിക്കറിയണം എന്നാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട രണ്ടാമത്തെ ഒരു വാർത്ത ഇതാണ്. അപ്പോൾ ഇതൊരു 360 ആംഗിളിലാണ് ഇപ്പൊ അമിത്ഷാ അന്വേഷിച്ച് തുടങ്ങിയിരിക്കുന്നത്. എന്തായിരിക്കും ഇതിന്റെ പറഞ്ഞത്? സ്വാഭാവികമാണല്ലോ, അത്രയും ഒരു സമരം നടക്കുമ്പോൾ അതിന്റെ അന്വേഷണം വരും എന്നുള്ള കാര്യത്തിൽ സ്വാഭാവികമാണ്. അല്ലാതെ പാറ്റകൾ പറയുന്നെങ്കിൽ ഞങ്ങൾ എന്ത് തെമ്മാടിത്തരം കാണിക്കും, ഞങ്ങളെ അന്വേഷിക്കാൻ പാടില്ല, പോലീസ് ഞങ്ങളെ ചോദ്യം ചെയ്യാൻ പാടില്ല, ആരും ഞങ്ങളെ നോക്കാൻ പോലും പാടില്ല എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന ഒരു കേസല്ലല്ലോ രാജ്യത്ത്. അപ്പോൾ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല, ഇതിനകത്ത് വലിയ രീതിയിൽ ഫണ്ട് ഒഴുകിയിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ ഉള്ള ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ്, ഇൻസ്റ്റാഗ്രാമിലെ ഇൻഫ്ലുവൻസേഴ്സ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് മെറ്റ വഴി ഫണ്ട് എത്തിയിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. അതായത് നമ്മൾ ചോദിക്കില്ലേ, ഇപ്പൊ സാധാരണപ്പെട്ട ആൾ ചോദിക്കും ഈ ഇൻഫ്ലുവൻസേഴ്സിന് എങ്ങനെയാണ് പണം എത്തിയെന്ന്. അത് ഏജൻസികൾ വഴി എത്തിയവരുണ്ട്,
അത് വൻകിട ടീമുകൾക്കാണ് ഏജൻസി വഴി എത്തിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഒക്കെ ഉള്ളവർക്കാണ് വൻകിട ടീം വഴി അവർക്ക് ക്യാഷ് എത്തിയിരിക്കുന്നത്. അല്ലാത്തവർക്ക് മെറ്റ വഴി അവരുടെ ഈ RPM കൂട്ടിക്കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. നമുക്കറിയാം ഈ യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ആയാലും ഒക്കെ അതിനൊരു RPM ഉണ്ട്. RPMനകത്ത് അൽഗോരിതം ചേഞ്ച് ചെയ്തിടും. അതായത് ഇപ്പം സാധാരണഗതിയിൽ 1000 പേർക്ക് 10 പൈസ, ഉദാഹരണത്തിന് പറഞ്ഞാൽ 1000 പേർക്ക് 10 പൈസയാണ് എല്ലാവർക്കുമായിട്ട് മെറ്റ കൊടുക്കുന്നതെങ്കിൽ ഇത്തരം വീഡിയോകൾക്ക് 1 രൂപയോ 2 രൂപ വെച്ച് കൊടുക്കും 1000 പേർക്ക്. കാരണം ഇത് ഈ ഫണ്ടാണ് വരുന്നത്, അല്ല മെറ്റയുടെ ഫണ്ടല്ല ഒന്നും. അതിനെ കുറിച്ച് ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അത് അന്വേഷിച്ച് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമാണ്. കാരണം അതിന് ഇല്ലീഗലായിട്ട് വരുന്നതിന്റെ മാത്രം റിപ്പോർട്ടുള്ളൂ. ബാക്കി ഏകദേശം കണ്ടെത്താനായിട്ട് പറ്റും. അത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ആ പണം സോഷ്യൽ മീഡിയ കൂടെ വാങ്ങിയവർക്കല്ല, അല്ലെങ്കിൽ ഇനി കിട്ടാൻ പോകുന്നവർക്കും അല്ല. രണ്ടാമത്തെ അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മയടക്കം അസഭ്യം പറയുകയും ദില്ലി സമരത്തിൽ വളരെ തെറി ഉപയോഗിക്കുകയും സ്ത്രീകളുടെ സ്ത്രീത്വത്തെ തന്നെ അപമാനിക്കുന്ന തരത്തിൽ സംസാരിക്കുകയും ചെയ്തത് എങ്ങനെയാണ് മെറ്റയിൽ വന്നത്? കാരണം കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ട്, നമ്മുടെ ഈ പ്രേക്ഷകർക്ക് തന്നെ അറിയാം. യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ആയാലും യൂസ് ചെയ്യുമ്പോൾ അതിനൊരു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിന് വിരുദ്ധമായി ചെയ്ത ചാനൽ തന്നെ അടിച്ചു പോകുന്ന രീതിയുണ്ട്. നമ്മുടെയൊക്കെ വീഡിയോ വരുമ്പോൾ പലരും ചോദിക്കും, നിങ്ങളുടെ വീഡിയോയിൽ എന്താണ് ആ ലിങ്ക് കൊടുക്കാത്തത്, നിങ്ങളുടെ വീഡിയോയിൽ എന്താണ് മറ്റു വീഡിയോ പ്ലേ ചെയ്യാത്തത്? അത് കൊടുക്കാൻ കഴിയില്ല. കാരണം ഈ ഗൂഗിളിന്റെ ആയാലും മെറ്റയുടെ ആയാലും റൂൾസ് അനുസരിച്ച് അത് കൊടുക്കാൻ പറ്റില്ല. അത് വയലേഷൻ ആണ്. അത്ര പോലും വയലേഷൻ നോക്കുന്ന എന്തിനു വേണം? നമ്മൾ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. അവരൊരു മോശം വാക്കോ ഇല്ലെങ്കിൽ ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലും കമന്റ് അല്ല ഒരു പോസ്റ്റോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതൊപ്പം തന്നെ മെറ്റ അത് ഡൗൺ ചെയ്ത് കളയും. അങ്ങനെ ഉള്ളിടത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മയെ അടക്കം അപമാനിക്കാൻ വലിയ നീക്കം നടന്നിട്ടും ഇവർ അനങ്ങിയിട്ടില്ല. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ തന്നെ ബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടും അല്ലാതെയുമൊക്കെ വലിയ പ്രചരണം ഈ സമരത്തിന് നൽകിയിരുന്നു. ഒപ്പം തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഈ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് വലിയ പണം കൊടുത്തു. ഈ പണം വരുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പല കുട്ടികളും മാത്രമല്ല പല തള്ളമാരും അവിടെ അങ്ങനെയുള്ളവരുണ്ടല്ലോ, കുട്ടികളുടെ വേഷം കെട്ടി നടക്കുന്നവർ, അവരും അവിടെ ചെന്നിട്ട് അഴിഞ്ഞാടുകയും വീഡിയോ ചെയ്യുകയും ചെയ്തത് പണം വരുന്നു എന്ന് അറിഞ്ഞിട്ടാണ്. പലർക്കും ഈ സമരം എന്താണെന്നോ എന്തിനു വേണ്ടിയിട്ടാണെന്നോ, കാരണം ഒരു സൈഡിൽ FCRIയിലുള്ള ടീമുകളെല്ലാം കൂടി ഇരുന്ന് സമരത്തിന് ഫണ്ട് ഒഴുക്കുന്നു, മറ്റു രീതിയിൽ കൂത്തരങ്കിൽ ഈ പിള്ളേർക്ക് പൈസ ഉണ്ടാക്കാനുള്ള പരിപാടി ഈ സോഷ്യൽ മീഡിയ വഴി മെറ്റ അടക്കമുള്ളവർ നൽകി എന്നൊരു വലിയ ആരോപണം നിൽക്കുന്നു. കാരണം പിന്നെ കൊച്ചി മറ്റേ ഡൽഹിയിൽ ഒരു 15 വയസ്സുകാരി അതിന്റെ കേസ് റിമൂവ് ചെയ്ത് കേട്ടോ. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഈ അവസരം പറയാൻ ആഗ്രഹിക്കുന്നു. രുചിക സിംഗിന്റെ കുടുംബത്തിന്റെ രുചിക സിംഗിനെതിരെയുള്ള കേസ് വിഡ്രോ ചെയ്തു. അതിന് മാപ്പ് കൊടുത്തത് കൊണ്ട് വിഡ്രോ ചെയ്തു. പക്ഷെ ഒരു വലിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരു വിഷമകരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ, ആ കുട്ടി അവിടുന്ന് വീട് വിട്ട് ആ കുട്ടിയും കുട്ടിയുടെ കുടുംബവും അവിടുന്ന് ഒരു രഹസ്യമായ ഒരു സ്ഥലത്ത്. കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. രുചിക സിംഗിന് പ്രധാനമന്ത്രി മാപ്പ് കൊടുത്തിട്ടും ആ പെൺകുട്ടിക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്ന കഥ ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ടിട്ടുണ്ട്. 3 വീടാണ് ആ പെൺകുട്ടി മാറിയത്. 3 വീട് മാറിയിട്ടും ആ പെൺകുട്ടി ആരോപിക്കുന്നത് പോലീസ് തന്നെ എന്റെ അഡ്രസ്സ് പുറത്തുവിടുന്നു എന്നുള്ളതാണ്. കാരണം ഇവരെ ഒരു സമൂഹം സാമൂഹികപരമായിട്ടുള്ള ഒരു ബഹിഷ്കരണം അവർ നേരിടുന്നു എന്നാണ് അവർ നിലവിൽ പറയുന്നത്. കാരണം എനിക്കൊരു കടയിൽ കയറാൻ വയ്യ, എനിക്കൊരു ജോലി ചെയ്യാൻ വയ്യ, എനിക്ക് ഒരു പലചരക്ക് കടയിൽ പോകുമ്പോൾ എനിക്ക് അവിടെ നിന്ന് ഫുഡ് തരുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് അവിടെ നിന്ന് ഗ്രോസറീസ് മേടിക്കാൻ പറ്റുന്നില്ല, എല്ലാവരും എന്നെ ബഹിഷ്കരിക്കുകയാണെന്നാണ് കുട്ടി പറയും. അതായത് ഏഷ്യാനെറ്റിന് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കാര്യമുണ്ട്. നമ്മുടെ മുൻ മന്ത്രി ശിവൻകുട്ടിയെയും ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിക്കാൻ ഒരു സൗകര്യം കേരളത്തിൽ. കാരണം പുറത്തുനിന്ന് വരുന്നവരുടെ കല്യാണം നടത്തി കൊടുക്കുക, കൊച്ചിന്റെ പേരെടുക്കുക, 28 നടത്തി കൊടുക്കുക തുടങ്ങിയ ആചാരങ്ങളാണ് ഇവിടെയുള്ള നേതാക്കന്മാരും ചാനലുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ കുട്ടിയെ ഇവിടെ കൊണ്ടുവരാൻ പറ്റും. ആ കുട്ടിക്ക് ഒരു 18-20 വയസ്സാകുമ്പോൾ ഏഷ്യാനെറ്റിൽ ഒരു ജോലി കൊടുക്കുന്നുണ്ട്. നമുക്ക് ആർക്കും എതിർപ്പൊന്നുമില്ല. നല്ല മനസ്സിനുടമകൾ അങ്ങനെ ചെയ്യണം. ഏതായാലും സ്വാഭാവികമായും ഒരു നേതാവിനെ പറയുമ്പോൾ ആ നേതാവിന്റെ ഫോളോവേഴ്സ് ഉണ്ടാകും, അവർ വലിച്ചേറിയിട്ട് ഒട്ടിക്കും. അത് അറിയണമെന്നുണ്ടെങ്കിൽ ഇന്നലെ തമിഴ്നാട്ടിലേക്ക് നോക്കിയാൽ മതി. ശ്രീമാൻ വിജയെ കുറിച്ചല്ല ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത്, പേര് പോലും അദ്ദേഹം പറഞ്ഞില്ല. ഒരു കമന്റ് പറഞ്ഞു, അദ്ദേഹത്തിന്റെ സുഹൃത്തിനെ കുറിച്ചാണ് പറഞ്ഞത്, കൂട്ടുകാരിയെ കുറിച്ചാണ് പറഞ്ഞത്. കരുണാനിധിയുടെ മോൻ ഇന്നലെ എന്താണ് സംഭവിച്ചതെന്ന് കണ്ണു തുറന്ന് നോക്കുന്നത് കണ്ടാൽ മനസ്സിലാവും. അത് മാത്രമല്ല, സാധാരണഗതിയിൽ എന്നെ അതിശയപ്പെടുത്തിയ ഒരു കാര്യം, DMKയുടെ കരുണാനിധിയെ മുമ്പ് അറസ്റ്റ് ചെയ്തിട്ട് പോയപ്പോൾ വലിയ കലാപമാണ് ധനുഷ ചെന്നൈയിൽ നടന്നത്. ചെന്നൈ എന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും സ്ട്രോങ് ഹോൾഡ് ഏരിയ DMK, വലിയ പ്രശ്നം അറിയാലോ, അറിയാം. അങ്ങനെ അതല്ല, പിടിച്ചോണ്ട് പോയതിനു ശേഷം നടന്ന കലാപം ഞാൻ പറഞ്ഞത്. വലിയ കലാപമായിരുന്നു, കത്തി പടരുകയായിരുന്നു കലാപം. ബസ്സുകളൊക്കെ ഒരുപാട് കത്തിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇന്നലെ ഉദയനിധി സ്റ്റാലിനെ അറസ്റ്റ് ചെയ്തിട്ടൊന്നും ഞരങ്ങാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പുറത്തെ ഭാഗം വളരെ ശക്തമാണ്. അപ്പൊ ആരാധകർ ഇതുണ്ട്. നമ്മുടെ ഈ കേരളത്തിലൊരു നമ്മുടെ ശ്രീനിവാസന്റെ മകൻ ധ്യാൻ ശ്രീനിവാസൻ, അദ്ദേഹം ഒരു പ്രസംഗത്തിനിടയിൽ തമാശയായിട്ട് വിജയ് കളിയാക്കി പറഞ്ഞതാണ്. ഒരു വലിയ രീതിയിലുള്ള എതിർപ്പ് അദ്ദേഹത്തിന് നേരിടേണ്ടി വരും. അപ്പം ഫാൻസ് ഉള്ള ഇല്ലെങ്കിൽ നമ്മൾ ആരാധിക്കുന്ന ഒരാളെ കുറിച്ച് മോശം പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രതികരിക്കും, സ്വാഭാവികമാണ്. അതൊക്കെ പറയുന്നതിന് മുമ്പ് ആലോചിക്കണം.
അത് 10 റീച്ചിന് വേണ്ടിയിട്ടോ 10 പൈസയ്ക്ക് വേണ്ടിയിട്ടോ ഇത് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുക, ഇതിന്റെ ഒരു റിയാക്ഷൻ ഉണ്ട് എന്നുള്ളത് ആലോചിച്ചിട്ട് പറയാൻ പറ്റൂ, ഇല്ലെങ്കിൽ പറയരുത്. ഈ ഏഷ്യാനെറ്റിന് തന്നെ അറിയാമല്ലോ അവരെന്ത് തെറിയാ ദിവസം മേടിച്ചു കൂട്ടുന്നത്. അവർ പറയുന്ന ഓരോ കാര്യത്തിനും കിട്ടുന്ന തെറിയില്ല, അത് അവർക്ക് തന്നെ അറിയാം. ഞങ്ങൾ ഇത് പറയുമ്പോൾ ഞങ്ങളെ തെറി വിളിക്കും, ആരും കൈയടിക്കില്ല എന്ന്. അത് വിലപിച്ചിട്ട് കാര്യമില്ല. അപ്പം ഇതാണ് അതിനകത്തെ ഒരു അവസ്ഥ. ഇപ്പൊ ഈ കുട്ടിക്കെതിരെ സ്വാഭാവികം മാത്രമാണ് അത്. ഇതിനകത്ത് പങ്കെടുത്ത പലരെയും പിന്നെ പിടിച്ചു നിർത്തി മാപ്പ് പറയുന്ന വീഡിയോസ് ഇപ്പൊ ഒരുപാട് വരുന്നുണ്ട്. അതിപ്പോ സ്വാഭാവികമല്ലേ. അല്ലാതെ ഇപ്പൊ എനിക്ക് മാത്രം എല്ലാവരും തെറി വിളിച്ചും തന്തയ്ക്ക് വിളിച്ചും നടക്കാം, അമ്മയ്ക്കും അച്ഛനും പറയാം. അതുകൊണ്ട് എന്നെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല, ഞാൻ ജെൻസി ആണെന്ന് പറഞ്ഞിട്ട് നടക്കുമല്ലോ, ഒരു നടപ്പുമില്ല. അപ്പൊ ഇതാണ് നടക്കാവുന്നൊരു കേസ്. ഇപ്പം അതിനകത്ത് ഈ പെട്രോൾ ബോംബ് എറിഞ്ഞുകൊണ്ട് പോലീസുകാർക്ക് നേരെയും അവിടെ പങ്കെടുത്ത സമരക്കാർക്ക് നേരെ എറിഞ്ഞ് അവിടെ കലാപം ഉണ്ടാക്കുകയായിരുന്നു. 9 പേരെയാണ് പഞ്ചാബിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. പഞ്ചാബ് പോലീസാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പാർട്ടികൾക്ക് അതുകൊണ്ടൊന്നും പറയാൻ കഴിയില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ആം ആദ്മി സർക്കാരാണ് പഞ്ചാബ് ഭരിക്കുന്നത്. അത് ഒന്നാമത്തെ ഒരു വാർത്ത. രണ്ടാമത്തേത്, സോഷ്യൽ മീഡിയയിൽ കൂടെ ഇൻഫ്ലുവൻസർമാർ പണി മേടിക്കാതെ സൂക്ഷിക്കുക. ഒരുപക്ഷെ അക്കൗണ്ട് എന്തായാലും നിങ്ങൾ കേസിനൊന്നും പോയില്ലെങ്കിൽ പോലും അത്തരത്തിൽ ഫണ്ടുകൾ വന്നിട്ടുള്ള അക്കൗണ്ടുകൾ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകും. കാരണം അത് കേരളത്തിലുള്ള ഒരുപാട് ഇൻഫ്ലുവൻസർമാർക്കും യൂട്യൂബർമാർക്കും അറിയാം എങ്ങനെയാണ് അക്കൗണ്ടുകളൊക്കെ സർക്കാർ ബാൻ ചെയ്യുന്നതെന്നുള്ള കാര്യം. കേരള പോലീസ് എത്രയെണ്ണം ബാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് സംഭവിക്കാനുള്ള കാര്യമാണ്. ഏതായാലും കരുതിയിരിക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തലയിടാൻ പോകുമ്പോഴത്തേനും കുറഞ്ഞ പക്ഷേ ഇതിന്റെ റൂൾസ്. പക്ഷെ മെറ്റ നിയന്ത്രിക്കേണ്ടത് അനിവാര്യമായ ഒരു ഘടകമാണ്. മെറ്റ ആലോചിക്കുന്ന കാര്യമുണ്ട്. ഇന്ത്യ അല്ലെങ്കിൽ മെറ്റ ഇന്ന് ഈ ലോകത്തില്ല. ഇന്ത്യ ഇല്ലെങ്കിൽ മെറ്റ ഇല്ല. അതാണ് മെറ്റയുടെ ഏറ്റവും വലിയ അവസ്ഥ. ഏറ്റവും കൂടുതൽ ആൾക്കാരും ഏറ്റവും കൂടുതൽ പൈസയും മെറ്റയ്ക്ക് കിട്ടുന്ന ഇന്ത്യയിൽ നിന്നാണ്. എങ്ങനെയാണ് മെറ്റ ഇത്രയും പച്ച പിടിക്കാൻ കാരണം വെച്ചാൽ ആ ടിക്ടോക്ക് പോയത് കൊണ്ട് മാത്രമാണ്. ടിക്ടോക്ക് പോയിട്ടില്ല. ഗുരുഗ്രാമിൽ അവരുടെ ഓഫീസിന്റെ പണികളെല്ലാം തീർന്നു വരുന്നുണ്ട്. ഒരു പക്ഷേ ആ ടിക്ടോക്ക് കുറച്ചുകൂടെ ഭംഗിയായി തിരിച്ചു വന്നാൽ ഇൻസ്റ്റാഗ്രാം ഒരു ഓർമ്മയായി മാറും. ഇല്ലെങ്കിൽ മെറ്റ എല്ലായിടത്തും വലിച്ചിട്ട് കീറുക ചെയ്യുന്നത്. ആസ്ട്രേലിയ, എല്ലാ രാജ്യങ്ങളിലും മെറ്റ വരിഞ്ഞു മുറുക്കി നിയമങ്ങൾ വരുമ്പോഴും ഇവിടെ കുറച്ചൊക്കെ ഇളവ് കൊടുത്ത് മെറ്റ നിലനിർത്തിയിട്ടുണ്ട്. പക്ഷെ ആ സായിപ്പ് അവനെ തനിക്കുണം കാണിക്കുകയും ചെയ്യാറുണ്ട്. എന്തായാലും ഇത് ഒരു അവസാന കളിയാണ്. കാരണം ഈ നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ അവരെ പണിയുന്നവരെ അവർ ഊടുപാടും പണിയും എന്നുള്ളതാണ്. ഓടിച്ചിട്ട് പണി കൊടുത്തോണ്ടേയിരിക്കും. അതുകൊണ്ട് ഇതാണ് ഒരു ഇതിൽ പോകുന്നതായിരിക്കും പണിയും. അതാണ് അവർ പറഞ്ഞത് 3 ദിവസം എത്തിനകം ഞങ്ങൾക്ക് റിപ്ലൈ തരിക എന്ന് പറയുന്നത് മെറ്റ കണക്കൊരു ഇതിനാണ് പറഞ്ഞത്. 3 ദിവസം ഇത് കണ്ടോണം. 3 ദിവസം കഴിഞ്ഞ് ഇത് തന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഇവരിത് ഡൗൺ ചെയ്യിക്കും. ഒന്ന് ആലോചിച്ച് നോക്കുന്നത് അനുഷ്ഠ, മെറ്റയുടെ ഈ ഇന്ത്യയിലെ ഓപ്പറേഷൻസ് 1 മണിക്കൂർ ഡൗൺ ചെയ്താൽ തന്നെ പോയി മെറ്റ. അതിന്ന് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര പ്രയാസകരമായിരിക്കും. അങ്ങനെ ഒരു 2-3 ദിവസം ഡൗൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇല്ലെങ്കിൽ നമ്മൾ അതിന്റെ റീച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അത് എല്ലാവരിലേക്കും ഈ മെറ്റ ചെയ്യുന്നത് പോലെ മെറ്റയുടെ അൽഗോരിതം എന്ന് വെച്ചാൽ അവർക്ക് വേണ്ട വീഡിയോസുകൾ അവർ ഒരുപാട് പേരിലേക്ക് വിടുകയും അവർക്ക് എതിരെ ഇല്ലെങ്കിൽ ഈ സമരത്തിനെതിരെ പറയുന്നവരോട് ഡൗൺ ചെയ്യുകയും ചെയ്യും. ഇതേ മെത്തേഡ് നമുക്ക് ചെയ്യാൻ പറ്റും, സർക്കാരിന് ചെയ്യാൻ പറ്റും. ആ ഫ്രീക്വൻസി ഇല്ലെങ്കിൽ ആ പോകുന്ന ഇത് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് പലരിലേക്കും എത്തില്ല. മെറ്റയാണെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അത് അവർക്കുണ്ടാക്കുന്ന സാമ്പത്തിക നഷ്ടം എന്തും മാത്രമായിരിക്കും. കോടികളുടെ സാമ്പത്തിക നഷ്ടം ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് അവർ അതിരിവിട്ട കാര്യത്തിൽ നിൽക്കില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏതായാലും 3 ദിവസം നിർണായകമാണ് മെറ്റയെ സംബന്ധിച്ച്.